ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം ശിഷ്യനും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം ആണ്. ശിഷ്യൻ, ഭക്തൻ. നമ്മളിപ്പോൾ ഗാന്ധിജിയുടെ ഭക്തനാണ്, ഗാന്ധിജിയുടെ ശിഷ്യനാണ്, യേശുവിൻ്റെ ഭക്തനാണ്, യേശുവിൻ്റെ ശിഷ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താ വ്യത്യാസം? വാസ്തവത്തിൽ ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ കാരണം, ഞാൻ 1956-57 കാലഘട്ടങ്ങളിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുകയാണ് തേവര കോളേജിൽ. അവിടെ മലയാളത്തിൽ ഒരു കവിത പഠിച്ചു. ഒരു ഖണ്ഡകാവ്യമാണത്. അത് വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യം. അതിൻ്റെ പേര് ശിഷ്യനും മകനും എന്നാണ്. ശിഷ്യനും മകനും. അതേക്കുറിച്ച് ഈയിടെ ഒന്ന് അവലോകനം ചെയ്യാൻ ഇടവന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരാശയം ഇതുമായി ബന്ധപ്പെടുത്താമെന്നുള്ളതാണ്. ശിഷ്യനും ഭക്തനും. ആദ്യം നമുക്ക് ശിഷ്യനും മകനും എന്നുള്ള ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു പോകാം. വള്ളത്തോളിൻ്റെ ഒരു കവിതയാണ് അത്. ശിഷ്യനും മകനും തമ്മിൽ, സ്വന്തം മകനും ശിഷ്യനും തമ്മിൽ ചെറിയ ഒരു വരസലുണ്ടായി. അതിൽ ഈ ഗുരു ആരുടെ ഭാഗത്ത് നിന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഗുരു നിന്നത് ശിഷ്യൻ്റെ ഭാഗത്താണ്. അത് മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ശിഷ്യൻ്റെ ഭാഗത്താണ് ശരി. അതുകൊണ്ട് ആ ഗുരു ശിഷ്യൻ്റെ ഭാഗത്ത് നിന്നു, മകനെ തള്ളിപ്പറഞ്ഞു. ഇത് വളരെ വലിയ ഒരു പാഠമാണ് എല്ലാ ഗുരുക്കന്മാർക്കും. എല്ലാ ഗുരുക്കന്മാർക്കും ഇത് വലിയൊരു പാഠമാണ്. അവരൊരു കാരണവശാലും സ്വജനപക്ഷപാതം കാണിക്കാൻ പാടില്ല. എല്ലാ ശിഷ്യരോടും ഒരേപോലെ പെരുമാറണം. അവരുടെ പെരുമാറ്റത്തിൻ്റെ മാനദണ്ഡം എന്തായിരിക്കണം? ആരിലാണ് ശരി, ആരാണ് കൂടുതൽ ശരിയായി ചെയ്തത്, അതായിരിക്കണം ആ അധ്യാപകൻ്റെ, ഗുരുവിൻ്റെ മാനദണ്ഡം. ശരിക്കും പറഞ്ഞാൽ ഓരോ അപ്പനും അമ്മയും ഒരു ഗുരു തന്നെയാണ്. മകൻ്റെ, മകളുടെ ഗുരു കൂടിയാണ് അപ്പനും അമ്മയും. ഇതാണ് എനിക്ക് ഊന്നി പറയാനായിട്ട് തോന്നുന്ന ഒരു ആശയം. ഓരോ അപ്പനും അമ്മയും അവരുടെ മകൻ്റെ, മകളുടെ ഗുരു കൂടെയാണ്. സ്കൂളിലെ ഗുരു ചെയ്യുന്ന പോലെ തന്നെ വേണമെന്നില്ല. സ്കൂളിലെ ഗുരു ശാസ്ത്ര വിഷയങ്ങളും ഭാഷാ വിഷയങ്ങളും ചരിത്ര വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. കോമ്പറ്റൻ്റ് ആണെങ്കിൽ അതും പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അപ്പനാകുന്ന ഗുരു, അമ്മയാകുന്ന ഗുരു ചെയ്യേണ്ടത് ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ ആവശ്യമായ പല കാര്യങ്ങളും സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. നീതിസാരത്തിൽ ആചാര്യാൽ പാദമാദത്തെ എന്നുണ്ട്. ആചാര്യൻ, ഗുരു. ആചാര്യൻ എന്ന് വെച്ചാൽ ആചാരങ്ങൾ സൃഷ്ടിക്കുന്ന ആൾ എന്നാണ് അർത്ഥം. 4 ആചാര്യനിൽ നിന്ന് കിട്ടുമെന്നാണ്. ആ ആചാര്യനിൽ ആരെ കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്? അപ്പനെയും അമ്മയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മക്കൾ പഠിക്കുന്നു. ഒരു ആൺകുട്ടി അന്യ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കുന്നത് എവിടെ പോയിട്ടാണ്?
ട്യൂഷന് പോയിട്ടാണോ? അല്ല. അപ്പനും മകനും കൂടി നടന്നു പോകുമ്പോൾ കാണുന്ന അന്യ സ്ത്രീകളോടും അപ്പൻ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നോക്കിക്കണ്ടാണ് ആ മകൻ പഠിക്കുന്നത്. അന്യപുരുഷനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഒരു പെൺകുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത്? വീട്ടിൽ വരുന്ന അന്യപുരുഷനോട് അമ്മ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോകുമ്പോൾ പരിചയപ്പെടുന്ന അന്യപുരുഷനോട് അമ്മ എങ്ങനെ പെരുമാറുന്നു? ഇത് ശരിക്ക് പ്രാക്ടിക്കൽ ആണ്. പ്രാക്ടിക്കൽ മാത്രമല്ല, അത് തിയററ്റിക്കലും ആകാം. അമ്മയ്ക്ക് അപ്പന് ഒക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഇന്നതുപോലെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നേരത്തെ തന്നെ. പിന്നീട് അവരുമായി യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മ എങ്ങനെ പെരുമാറുന്നു, അപ്പൻ എങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ മക്കൾ നോക്കി കണ്ട് മനസ്സിലാക്കും. ഓ, അപ്പൻ പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പൻ ചെയ്യുന്നത്, അപ്പൻ്റെ ഉപദേശവും അപ്പൻ്റെ പ്രവൃത്തിയും ഒന്ന് തന്നെയാണ് എന്ന് കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അപ്പൻ അമ്മ രണ്ടുപേരും ആചാര്യന്മാരുടെ ഗണത്തിൽ പെട്ടവരാണ്. ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് അവർ. ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ എൻ്റെ അപ്പൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും അനുവർത്തിക്കുന്ന പല തത്വങ്ങളും അപ്പനിൽ നിന്ന് പഠിച്ചതാണ്, അമ്മയിൽ നിന്ന് പഠിച്ചതാണ്. ആദ്യത്തെ അധ്യാപകർ അപ്പനും അമ്മയുമാണ്. ഈ പഠനം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങുന്നത് കൂടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ പഠനം ആരംഭിക്കുന്നുണ്ട് എന്നുകൂടി പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പനും അമ്മയിൽ നിന്ന് മാത്രമല്ല, അപ്പൂപ്പനിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നും ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഞാൻ. അത് പലരും ഇന്ന് പലർക്കും ആ അവസരം കിട്ടുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അപ്പൂപ്പൻ അമ്മൂമ്മയിൽ നിന്നൊക്കെ എത്രമാത്രം കഥകളാണ് അപ്പൂപ്പനും അമ്മൂമ്മയുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ജീവിത ഗന്ധികളായ കഥകളാണ്. ഇന്നത്തെ മക്കൾക്ക് അതിനുള്ള യോഗമില്ല എന്നുള്ളതാണ് വാസ്തവം. ന്യൂക്ലിയർ ഫാമിലിയിലാണ് അവർ താമസിക്കുന്നത്. പലപ്പോഴും അപ്പൂപ്പനായിട്ടും അമ്മൂമ്മയായിട്ടും ഒന്നും അടുത്ത ബന്ധം ഉണ്ടാവുന്നില്ല. അവരിലൊക്കെ ഒരുപാട് മുത്തുകളുണ്ട്. അവർ 50 60 കൊല്ലം ജീവിച്ച് 80 കൊല്ലമൊക്കെ ജീവിച്ച് ഒരുപാട് മുത്തുകൾ ഈ ലോകത്തിൽ നിന്ന് വാരിക്കൂട്ടിയിട്ടുള്ളവരാണവർ. മുത്തുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പണമൊന്നും അല്ല കേട്ടോ. ഒരുപാട് നല്ല ആശയങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ താങ്ങും തണലുമാകാൻ കഴിയുന്ന ആശയങ്ങൾ, അതൊക്കെ ആ ആശയങ്ങളാകുന്ന മുത്തുകൾ അവർ വാരിക്കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ മക്കൾക്ക് പങ്കുവെച്ച് കിട്ടണമെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാകണം. ശരിക്കും പഴയ ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് പോകണം. അത് ഒരുമിച്ച് എന്നും താമസിക്കണമെന്നല്ല, ഒരു കൊല്ലത്തിൻ്റെ കുറച്ച് കാലഘട്ടമെങ്കിലും ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പഴയ തറവാടുകൾ അതൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ അവിടെയൊക്കെ ആ തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും, അവിടെയുള്ള അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും, ചിലപ്പോൾ മുത്തപ്പൂപ്പനുണ്ടാകും, മുത്തി അമ്മൂമ്മയുണ്ടാകും, അവരുമൊക്കെ കൂടിച്ചേർന്ന് ഇഴകിച്ചേർന്ന് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അപ്പോൾ മക്കളെ ശിഷ്യന്മാർ കൂടി ആയിത്തീരുകയാണ്. ശിഷ്യനും മകനും എന്നുള്ളതിന് പകരം
ഞാൻ ഇങ്ങനെ പറയുന്നു, മക്കൾക്ക് ശിഷ്യരായി തീരാനായിട്ടുള്ള ഒരവസരവും കൂടി ഉണ്ടാകേണ്ടതാണ്. പണ്ട് അതുണ്ടായിരുന്നു, ഇന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിലേക്ക് മാറി വരാനായിട്ട് ചിന്തിക്കേണ്ട കാലഘട്ടം ആയിരിക്കുന്നു. ഒരു പക്ഷേ പുതിയ തലമുറ വിചാരിക്കും, ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ എന്തറിയാം, ഈ മുത്തപ്പൂപ്പനും മുത്തിയമ്മൂമ്മയ്ക്കും എന്തറിയാം എന്നൊക്കെ, അവരൊക്കെ പഴഞ്ചന്മാരല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഏറ്റവും പഴയത് ഏതാണോ അതാണ് ഏറ്റവും പുതിയത്. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഏറ്റവും പഴയത് അതാണ് ഏറ്റവും അധികം കാലം നിലനിന്നത്. ഏറ്റവും അധികം നിലനിന്നതാണ് ഏറ്റവും പുതിയത്. ഏറ്റവും അധികം നിലനിൽക്കുന്നത് എന്തോ അതാണ് ഏറ്റവും പുതിയത്. ബൈബിൾ എത്രയോ കാലം നിലനിന്നു. നമ്മുടെ വേദങ്ങളും ഒക്കെ എത്രയോ കാലമായി നിലനിൽക്കുന്നു. അവയാണ് ഏറ്റവും പുതിയത്, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇതാണ്: ഓരോ അപ്പനും അമ്മയും തങ്ങളുടെ മക്കളുടെ അധ്യാപകൻ കൂടി ആയിരിക്കണം, ഗുരു കൂടി ആയിരിക്കണം. ഒരു മകൻ മാത്രമല്ല, ശിഷ്യനും കൂടി ആയിരിക്കണം. ഒരു മകൾ മാത്രമല്ല, ശിഷ്യ കൂടി ആയിരിക്കണം. ഈ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചത്: ഭക്തനും ശിഷ്യനും, ശിഷ്യനും ഭക്തനും. ഈ ആശയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കണം എന്ന് തോന്നിയത് അതുകൊണ്ടാണ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഭക്തനും ശിഷ്യനും. നമ്മളിൽ ഒരുപാട് പേര് ഓരോ പുണ്യവാന്മാരുടെ ഭക്തന്മാരാണ്. ഇപ്പോൾ ദൈവഭക്തി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലർക്ക് അന്തോണിയോസ് പുണ്യാളനോട് ഭക്തി ഉണ്ടാവും, ചിലർക്ക് സെബസ്ത്യാനോസ് പുണ്യാളനോട്, ചിലർ തിരുഹൃദയത്തോട് ഭക്തി, ചിലർക്ക് കുർബാനയോട് ഭക്തി, അങ്ങനെ പല വിധത്തിലുള്ള ഭക്തി ഉണ്ട്. ഭക്തി എന്ന് നമ്മൾ പറയുമ്പോൾ ഡിവോഷൻ, അതാണ് ഭക്തി. ഭക്തനെ ഡിവോട്ടി എന്ന് വിളിക്കും. ശിഷ്യനെ ഡിസൈപ്പിൾ എന്ന് വിളിക്കും. ശിഷ്യനെ, രണ്ടും ഡിയിൽ തുടങ്ങുന്നതാണ്. ഒന്ന് ഡിവോട്ടി, രണ്ട് ഡിസൈപ്പിൾ. ഡിസിപ്ലിൻ ഉള്ള ആളാണ് ഡിസൈപ്പിൾ. ഡിസിപ്ലിൻ, ആരുടെ ഡിസിപ്ലിൻ? ഗുരുവിൻ്റെ ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയാണ് ഡിസൈപ്പിൾ. അപ്പോൾ ഗുരുവിൻ്റെ ചിട്ടകൾ ഒക്കെ പാലിക്കുന്ന വ്യക്തിയാണ് ശിഷ്യൻ. നമ്മൾ ഭക്തൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗുരുഭക്തൻ, അല്ലെങ്കിൽ ഗാന്ധി ഭക്തൻ, ദൈവഭക്തൻ. ഇപ്പോൾ ദൈവത്തോട് ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാകുന്ന ആ വ്യക്തി, അതാണ് ദൈവഭക്തൻ. ഭക്തി എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പലപ്പോഴും പറയും. ഭക്തിയും യുക്തിയും ഒരുമിച്ച് പോകില്ല എന്ന് ഇങ്ങനെ പറയും. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഭക്തി ശരിയായ യുക്തിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരാളോട് നമുക്കൊരു ഭക്തി തോന്നണമെങ്കിൽ ആ ആൾ ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയണം. കൃത്യമായിട്ട് അറിയാം. അറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാകേണ്ടത്. അറിവിൽ നിന്ന്. ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോവുകയുണ്ടായി. അവിടെ ഞാൻ ചെന്നപ്പോൾ പ്രത്യേകമായ ഒരു ഒന്നുമില്ല. സാധാരണ ആരും വീട്ടുകാരങ്ങനെ വീട്ടുടമസ്ഥൻ അങ്ങനെ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ വേറെ ആളുടെ കൂടെ പോവുകയായിരുന്നു. ആൾക്ക് വേണ്ടിയാണ് പോകുന്നത്. അദ്ദേഹം ഒരു വസ്തു കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും കൂടെ പോയിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേക പരിഗണന ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ
അദ്ദേഹം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇന്ന ആളാണ് എന്നൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഭാവം മാറി. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എൻ്റെ അവിടെ പഠിച്ചിട്ടുള്ള, എൻ്റെ കൂടെ എൻ്റെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ പേരൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെയാണ്. അവർ പലരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാണ്. അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. വീട്ടുകാരെയൊക്കെ വിളിച്ചു കാണിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ആ ഭക്തിയും ബഹുമാനവും ആദരവും ഒക്കെ ശരിക്കും ഉണ്ടാകുന്നത് അറിവിൽ നിന്നാണ്. ഒരു വ്യക്തിക്ക് അന്തോണീസ് പുണ്യവാളനോട് ഭക്തി ഉണ്ടാകുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് യുക്തിപരമാണ്. അതായത് അന്തോണീസ് പുണ്യാളൻ്റെ ജീവചരിത്രം അറിയാം, വ്യക്തമായിട്ട് അന്തോണീസ് പുണ്യാളൻ ആരായിരുന്നു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിക്ക് അന്തോണീസ് പുണ്യാളനോട് ഭക്തി വരുന്നത് അത് യുക്തിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. പലരും അന്തോണീസ് പുണ്യാളനോട് ഭക്തി പ്രകടിപ്പിക്കുന്നത് ഈ അറിവിൽ നിന്നല്ല. പലരും നൊവേനയ്ക്ക് പോകുന്നു, അന്തോണീസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചിട്ട് അത്ഭുതങ്ങൾ നടന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവരതിൻ്റെ പിന്നാലെ അങ്ങ് പോവുകയാണ്. അതൊരു മോബ് സൈക്കോളജിയാണ്, അറിവിൽ നിന്നല്ല. അതൊരു മോബ് സൈക്കോളജി. അറിവുണ്ട്, ആ അറിവ് ആ വ്യക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവല്ല. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. അതൊരു മോബ് സൈക്കോളജി എന്ന് പറയാം. പിന്നീട് അത് യുക്തിസഹമായി തീരാം. എപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്ന് കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയാണ്. അന്തോണീസ് പുണ്യാളൻ ഭക്തരുടെ കാര്യത്തിൽ ഇടപെടുന്നു, അവർ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉള്ള അറിവിൽ നിന്ന് ആ ഭക്തി കൂടുതൽ ശക്തമായി തീരും. അവിടെയും ഒരു യുക്തിയുടെ ഇതുണ്ട്. ഇവിടെ മോബ് സൈക്കോളജി എന്ന് തുടങ്ങിയതാണെങ്കിലും അത് പിന്നീട് യുക്തിസഹമായിട്ട് മാറി. ശരിക്കും ഭക്തന്മാർ ചെയ്യുന്നത്, ദൈവഭക്തൻ ദൈവത്തെ ഉപയോഗപ്പെടുത്തുകയാണ്, ദൈവത്തിൽ നിന്ന് പലതും നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് പലതും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നു. അതാണ് ഭക്തന്മാർ ചെയ്യുന്നത്. എന്നാൽ ശിഷ്യൻ ചെയ്യുന്നത് അതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ശിഷ്യൻ ചെയ്യുന്നത്, ഗുരു ചെയ്തത് എന്തോ അതൊക്കെ ശിഷ്യൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്ന, യേശു പറയുന്ന ഭാഗമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതൊക്കെയും ചെയ്യും. അതാണ് ശിഷ്യൻ. ഭക്തൻ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ശിഷ്യൻ ദൈവത്തിന് വേണ്ടി, ദൈവത്തെ പ്രതി കാര്യങ്ങൾ ചെയ്യുന്നു. അത് ശുശ്രൂഷയാണ്. ശിഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ശുശ്രൂഷ. ശിഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് ശുശ്രൂഷകൾ. അപ്പോൾ ഒരു ശിഷ്യൻ ചെയ്യുന്നത് ആ ഗുരു ചെയ്തത് എന്തൊക്കെയോ അത് തന്നെ. അങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് ത്യാഗം ആവശ്യമുണ്ട്. ഭക്തനായിരിക്കുന്നതിനും ത്യാഗം വേണം, ശിഷ്യനായിരിക്കുന്നതിന് അതിനേക്കാൾ കൂടുതൽ ത്യാഗം വേണം. യേശു പറഞ്ഞ വാചകം വളരെ വ്യക്തമാണ്. ആരെങ്കിലും എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തനിക്കുള്ളതെല്ലാം വിട്ടുപേക്ഷിച്ച് എൻ്റെ കുരിശുമെടുത്ത് പിന്നാലെ വരണമെന്നാണ്. ഒരു ശിഷ്യൻ്റെ ജീവിതം വാസ്തവത്തിൽ അതിയായ ത്യാഗപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. ഗുരു ചെയ്ത പോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അവൻ പലതും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ ഈ ലോകത്തിലെ ഭാര്യയും മക്കളെയും അപ്പനെയും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന്.
അപ്പോൾ അവിടെ ത്യാഗമാണ് ഒരു ശിഷ്യൻ്റെ മുഖമുദ്ര. ശരിയായ ഒരു ഭക്തനും മുഖമുദ്രയായിട്ടുള്ളത് ത്യാഗമാണ്. നമ്മൾ ഒരു ദൈവത്തോട് ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ആ കൃത്യമായ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. അതിനൊക്കെ ത്യാഗം വേണ്ടി വരും. ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഭക്തനും ശിഷ്യനും തമ്മിൽ പ്രവൃത്തിയിൽ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടു കൂട്ടരും ത്യാഗമനുഷ്ഠിക്കേണ്ടവരാണ്. ഭക്തൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ത്യാഗം സഹിച്ചിട്ടാണ് അത് നേടിയെടുക്കുന്നത്. ശിഷ്യൻ ത്യാഗം സഹിച്ച് ഒരുപാട് നന്മകൾ ചെയ്യുന്നു. ഞാനിതിന് രണ്ടും കൂടിയും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭക്തൻ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ദൈവത്തിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. എന്തിനു വേണ്ടി? ആ നേട്ടങ്ങൾ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു ശിഷ്യൻ, ഉത്തമ ശിഷ്യൻ ഒരു ഭക്തൻ കൂടി ആയിരിക്കും. ഒരു ഉത്തമ ഭക്തൻ ശിഷ്യൻ കൂടി ആയിരിക്കും. നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർ മുഴുവൻ ശിഷ്യന്മാരായിക്കൊള്ളണമെന്നില്ല, ഭക്തന്മാരും ആയിക്കൊള്ളണമെന്നില്ല. എത്രയോ പേരാണ് ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവർ. അവർ ദൈവത്തോടുള്ള ഭക്തി കൊണ്ടല്ല അത് ചെയ്യുന്നത്. അവർ അവരുടെ ഓണർ, ബഹുമാനം, ബഹുമതി, അവരുടെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ഭക്തൻ ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. മദർ തെരേസ്യ ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്തു. അതൊക്കെ ഭക്തിയിലൂടെയാണ്. ഒരു പാവപ്പെട്ട രോഗിയെ, വഴിയോരത്ത് കിടക്കുന്ന ഒരുത്തനെ കാണുമ്പോൾ മദർ തെരേസ്യ കാണുന്നത് യേശുവിനെയാണ്. അപ്പം യേശുവിനോടുള്ള ഭക്തിയുടെ പൂർണ്ണത കൊണ്ടാണ്, ആധിക്യം കൊണ്ടാണ് ആ മദർ തെരേസ്യ നല്ല ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഓരോ മകനും ഒരു ശിഷ്യനായിരിക്കണം. അപ്പൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഓരോ ശിഷ്യനും മകനായിരിക്കണം. അത് അധ്യാപകൻ, ഗുരു കാണേണ്ടതാണ്. എൻ്റെ മകനാണ് എന്ന് വിചാരിച്ച് അവനെ പഠിപ്പിക്കണം. ഓരോ ഭക്തനും ഒരു ശിഷ്യനായിരിക്കണം. ഓരോ ശിഷ്യനും ഓരോ ഭക്തനും ആയിരിക്കണം. ദൈവം നമ്മളെയെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.